ഞാനായിട്ട് പിണങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളസാരി എടുത്തിരിക്കുക കൊച്ചു ഗള്ളി. അയ്യോ വിടുവല്ലടി ആരടി നീ? മോനോ മര്യാദക്ക് ജീവിക്കുന്ന യക്ഷിനെ പോലെ നീ ഒന്ന് വെറുതെ വിടൂലല്ലേടാ. നിനക്ക് തടി എന്റെ വീട്ടിൽ കാര്യം. യക്ഷിനെ കേറി എടീന്നോ. അയ്യോ യക്ഷിയാണത് പറഞ്ഞ പോരെ, എന്തിന് തല്ലണത്? ആരെന്നാ പറഞ്ഞ? യക്ഷി. അപ്പാശ്. ഇങ്ങനെ കിടന്ന് അലറി എന്നെയും കൂടെ പേടിപ്പിക്കാതെ. കൂടുതൽ തൊളിച്ചോണ്ടല്ലോ നിന്റെ ചോര ഞാൻ കുടിക്കും. അയ്യോ എന്നെ ഒന്ന് ചേരുക, ഒരു പാവോണ്. ആരാ മോഹനേട്ടാ അവിടെ? അയ്യോ ഗീതു. ആരുമില്ല ഗീതു. ആരുമില്ലെന്നോ? പിന്നെ ഞാൻ നിന്നോട് അവിടെ നിൽക്കുന്നേ യക്ഷിയാന്ന് പറയണോ? അങ്ങനെയൊന്നും പറഞ്ഞ നമ്മള് വിശ്വസിക്കത്തില്ല. ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ത്രീ ശബ്ദം കേൾക്കാലോ. അത് ഞാൻ തന്നെയാ ഫീമെയിൽ വേഷം ട്രൈ ചെയ്താ. എന്റെ വാപത്തിയത് ഇതുവരെ ആരും എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത്രയും വർഷത്തെ എന്റെ യക്ഷി കരിയർ ഇങ്ങനെ ഒരു അപമാനവും മാനഹാനി എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ യക്ഷിയാണല്ലോ പക്ഷിയാണല്ലോ, ജീവൻ വേണേ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ. എന്റെ ഭാര്യ കുളിയും കഴിഞ്ഞ് വരുമ്പോ നമ്മളെ കണ്ടാണ്ടല്ലോ വെട്ടും. നിന്നെ കൊല്ലും, എന്നെ കൊല്ലും, എന്നെ എന്തായാലും കൊല്ലും. പിന്നെ വേറൊരു കാര്യം, നിന്നേക്കാ കൂടിയേനെ അവള്. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. എന്റെ പടയാണ്, നീയൊക്കെ ഇന്നത്തെ എന്റെ ഇരയാ. മോഹനേട്ടാ. അയ്യോ അവള് വരുന്നെന്ന് തോന്നുന്നു. എവിടെങ്കിലും പോയി ഞാൻ എന്തിനാ വിളിക്കണേ? ലിസ്റ്റാ കാല് പിടിക്കും. അവിടെ ഇങ്ങോട്ടാ. ആരാ മോഹനേട്ടാ വന്നേ? ആരും വന്നില്ലല്ലോ. ആരും വന്നില്ലേ? ഇല്ലതാ ഇവിടെ കാറിലും വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ ഒരു സ്ത്രീ ശബ്ദം കേട്ടതാമേ. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ തന്നെയാണ്. നല്ല പാലപ്പൂവിന്റെ മണം. ഈ മുട്ട കൂട്ടി കഴിക്കാം. എന്തോന്ന്? പാലപ്പത്തിന്റെ മണം പറഞ്ഞു. പാലപ്പൂ അല്ല, നല്ല പാലപ്പൂവിന്റെ മണം. സത്യം പറ, ഇവിടെ ഏത് പെണ്ണാ വന്നത്? ഇവിടെ ഒരു പെണ്ണും വന്നിട്ടില്ല. നിനക്ക് എന്നെ വിശ്വാസം ഇല്ല? എപ്പോഴും ഇങ്ങനെ തന്നെ. ഇവിടെ ഒരു പെണ്ണും വന്നിട്ടില്ലേ? ഇല്ല. സത്യം. സത്യം. പിന്നെ ആരുടെ ആടോ ഈ സാരി? അയ്യോ സാരി. അപ്പൊ സാരി മാത്രല്ല അല്ലേ പെണ്ണുണ്ട്. എന്റെ ഭഗവാനേ, എന്റെ ഭർത്താവ് വഴിതെറ്റി പോയേ. ഇനി ഞാൻ എങ്ങനെ സഹിക്കുവേ? ഞാനൊന്ന് കുളിക്കാൻ കയറിയത്തക്കത്തിന് താനിവിടെ പെണ്ണിനെ വലിച്ചു കയറ്റു അല്ലോടോ. അവളെ യക്ഷിയാണെങ്കിലേ ഞാൻ മറുതെ ശ്വാസം ഒന്ന് നേരം. എന്നെ തേച്ചിട്ട് രണ്ടെണ്ണത്തിന് സുഖമായിട്ട് ജീവിക്കാൻ നേരത്തണ്ടോ? രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിന്റെ ചോര ഞാൻ കുടിക്കോട്ടെ. ഗീതൊന്ന് ചേരുന്നു. രണ്ടിന്റെ ശബ്ദോടെ കേട്ടോ വരുന്നു. രണ്ടിന്റെ ഉടായ്പ ഞാൻ കൈയോടെ പൊക്കിയപ്പോ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുന്നോടി. ഇങ്ങനാണെങ്കിൽ ഞാൻ ഇല്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണോ ഞാനാന്ന്? എന്റെ പൊന്നു ഗീതു, ഞാൻ പറയുന്നത് നീ ഇത് വിശ്വസിക്ക്. സത്യത്തിലേ ഇതൊരു യക്ഷിയാണ്. ഇത് യക്ഷി കണ്ടാലും പറയും. അവള് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഒരു നമ്പർ ഇട്. 8. എന്ത് നമ്പർ? അയ്യോ അതല്ല, നിങ്ങളുടെ മറ്റേ അമാനുഷിക സാധനം ഉണ്ടല്ലോ, കാല് നിലത്ത് കൂട്ടാൻ നടക്കുന്ന, അത് കാണിക്കും. അത് ഞാൻ കാണിച്ചു കാണടി. നീ കാണു. കിട്ടണല്ലോ ചേട്ടാ. അടുത്തേട് ഡ്രം സെറ്റ്. ഡ്രം അടിക്കാൻ പറഞ്ഞു. അയ്യോ ഡ്രം അടിക്കല്ല, ദംശനാച്ചത്. അയ്യോ നിങ്ങളുടെ പല്ലും കൂടി ഏന്ന് കാണിക്കുന്ന പരിപാടി. അയ്യോ കൊഞ്ഞണം കുത്താനല്ല, പല്ലുകൊണ്ട് പേടിപ്പിക്ക്. അതോ അത് ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ ഡ്രാക്കുള മുത്തപ്പ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. എന്നാ പിന്നെ ഫാന് വരെ നിന്നെ കെട്ടി തൂക്കിയിടാടി. ചേട്ടാ ടെൻഷൻ കാരണം അതും കിട്ടണല്ലോ ചേട്ടാ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലേ? നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ, ഞാൻ ഒറിജിനലാ. കഴിഞ്ഞ ഷോ ഇല്ല, ഓർമ്മ കൂടെ ഉണ്ട്. എന്നെ നാട്ടിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്ക്. എന്തെങ്കിലും ആട്ടെ, അറ്റ അയക്കൊന്ന് പേടിപ്പിച്ചു നോക്കാം. സാരിയും കൂടെ ചതിക്കണല്ലോ. എന്തേച്ചി അമ്മേ, ഇനി മേലെ ഇമാതിരി വേഷം കെട്ടോളൊന്നും എന്റെ അടുത്ത് ഇറക്കരുത് കേട്ടല്ലേ? ഞാൻ അവളാണ് യക്ഷിക്ക് ഇളകി. എങ്കിൽ പിന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തോടും. എന്റെ ഗീതുനൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ആ തല്ലി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഒരു അടി ഇട്ടിപ്പോ പെണ്ണിന്റെ ബോധം പോയാ? തല്ലിയല്ലേ? ആ തല്ലി. എന്ത് ഇനി വേണോ? തല്ലോടെ നീയൊക്കെ തല്ലു, എനിക്കിതറിയാം. നിന്നോടൊക്കെ ദൈവം ചോദിക്കോടി. ഡാ നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടൊരു വീട്ടിൽ ഇത്രയും നാണം കെട്ടിറങ്ങി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ